കേന്ദ്ര വനനിയമത്തിൽ പൊളിച്ചെഴുത്ത് വേണമെന്നാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അഭിപ്രായം. കേരള വനനിയമത്തിലും മാറ്റങ്ങൾ വേണം. ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് ഹാനി വരാത്ത വിധത്തിൽ സർക്കാർ നിയമമുണ്ടാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട എംഎൽഎമാർ ഇവിടെ നൽകിയ നോട്ടീസിൽ നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഉച്ചക്കുളം ഊരിലെ സരോജിനി മറന്നുവന്ന കാര്യവും അവിടെ കോതമംഗലത്ത് പ്ലാശ്ശേരി സ്വദേശി എൽദോസ് മരിച്ച സംഭവമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സർ, വന്യജീവികളുടെ ആക്രമണം മൂലം വനമേഖലയിൽ മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട് എന്നത് ഇന്നുണ്ടായ ഒരു അടിയന്തര സംഭവമല്ല. കുറേ നാളായി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് നിസ്സാരമായി കാണേണ്ട ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ലെങ്കിലും ഇപ്പോൾ ഇന്ന് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട അടിയന്തര പ്രശ്നമല്ല. പൊതുവെ സമൂഹം ചർച്ച ചെയ്യേണ്ടതും ഭരണകൂടം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുമായൊരു പ്രശ്നമാണ് എന്നതിനാൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുക എന്ന ഒരു അവസ്ഥ ഇതിനില്ല. അത് മനസ്സിലാക്കി ചർച്ച ചെയ്യേണ്ടതില്ല, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് സാഹചര്യം. നിലമ്പൂരിലെ കാട്ടാന ആക്രമണം വനത്തിനകത്താണ് നടന്നത്. എന്നിട്ടും സർക്കാർ ആനുകൂല്യങ്ങൾ നൽകി. വന്യജീവി ആക്രമണം കാരണമുള്ള മരണം കൂടുന്നു എന്നതിന് ശാസ്ത്രീയമായ കണക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വർദ്ധിക്കുന്ന വന്യജീവി ആക്രമണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മന്ത്രിയുടെ മറുപടി. മന്ത്രിയുടെ പ്രതികരണം ദൗർഭാഗ്യകരമെന്നാണ് മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ വിമർശനം. അദ്ദേഹം ഇത് നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ഈ വിഷയത്തോട് മന്ത്രിയുടെ പ്രതികരണം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് സർ. ഇത് ഗൗരവമുള്ള ഒരു വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതല്ല എന്നാണ് അദ്ദേഹം അവസാനമായി സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇതിനെ ന്യായീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വന്യജീവി ആക്രമണമുള്ള മരണത്തിൻ്റെ നിരക്ക് കുറഞ്ഞു വരികയാണെന്നുള്ള വാദം കൂടി മന്ത്രി വിചിത്രമായി ഉയർത്തുകയുണ്ടായി. അതിനേക്കാളൊക്കെ ഇന്ന് മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളോട് ഈ സർക്കാർ എത്ര ഡിസോണസ്റ്റായിട്ടാണ്, എത്ര സത്യസന്ധതയില്ലാതെയാണ് പെരുമാറുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, നാടെങ്ങും കാട്ടാനയുടെ വാർത്തകൾ മാത്രമാണ്. കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു, റോഡിൽ ആന ഉണ്ടാകുന്നു, കിണറ്റിൽ ആന വീഴുന്നു. ഇതിനെ സർക്കാർ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമെന്നാണോ സർക്കാരിന്റെ വിശദീകരണം സഭയിൽ? സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനവും സർക്കാർ ആശങ്കയെ പറയുന്നതും കേന്ദ്ര വനനിയമമാണ് സംസ്ഥാനത്തെ വനമേഖലയിലെ പ്രശ്നങ്ങളുടെ ആണിക്കല്ല് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വനനിയമങ്ങൾ പൊളിച്ചെഴുതണം, കേന്ദ്ര വനനിയമം പൊളിച്ചെഴുതണമെന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ സഭയിൽ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, സംസ്ഥാന വനനിയമത്തിലും മാറ്റം വരുത്തണം. സംസ്ഥാനം വന നിയമം കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങളെ പൂർണ്ണമായും ചേർത്ത് നിർത്തി അവർക്ക് ഹിതകരമായ കാര്യങ്ങൾ മാത്രമേ ആ നിയമത്തിലുണ്ടാകൂ. പ്രതിപക്ഷം ഇന്ന് റൂൾ 50 നോട്ടീസ് അനുസരിച്ച് ഈ വിഷയം നൽകുമ്പോൾ മന്ത്രി പറഞ്ഞത് ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല. കാരണം ഇത് കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അത് ഉടനെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുന്ന വിഷയമല്ല. ശാസ്ത്രീയമായി പരിശോധനകൾ, വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രം യുക്തിസഹമായ തീരുമാനങ്ങൾ എടുത്ത് പരിഹരിക്കേണ്ട വിഷയമാണ്. നോട്ടീസ് നൽകിയത് മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ നിലമ്പൂരിൽ നേരത്തെ PV അൻവർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചുവെന്ന് സർക്കാർ കേസെടുത്ത സംഭവത്തിൽ അതുമായി ബന്ധപ്പെട്ട ആക്രമണമാണ് ഇന്ന് നോട്ടീസായി കൊണ്ടുവന്നത്. പക്ഷേ മാത്യു കുഴൽനാടൻ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഏറിയ സമയവും പറഞ്ഞത് വനഭേദഗതി നിയമമാണ്. എന്തിനാണ് ആ വനഭേദഗതി നിയമം, സർക്കാർ പിൻവലിച്ച നിയമത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്? വിഷയത്തിൽ ഊന്നി സംസാരിക്കണമെന്ന് സർക്കാർ ഭാഗവും അതുപോലെ തന്നെ സ്പീക്കറും കുഴൽനാടനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ചെറിയ തർക്കവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. ഏതായാലും മന്ത്രി മറുപടി പറയുമ്പോൾ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, രാഷ്ട്രീയമായല്ല ഇതിനെ കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് മലയോര മേഖല ജനങ്ങൾ ബഫർ സോൺ വിഷയത്തിൽ മലയോര മേഖല ജനങ്ങൾക്കൊപ്പം സർക്കാർ ചേർന്നു നിന്നു. ഇപ്പോൾ ഈ വിഷയത്തിലും ജനങ്ങൾക്ക് ഹിതകരം
അല്ലെന്ന് കണ്ടാണ് ആ തീരുമാനം നിയമം തന്നെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായത്. മാത്രവുമല്ല, ഈ വിഷയം ബില്ല് സർക്കാർ പാസ്സാക്കിയിരുന്നില്ല. സഭയിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ വരുമ്പോൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് അവസരമുണ്ടായിരുന്നു. സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് ജനങ്ങളുടെ അഭിപ്രായം തേടാൻ സർക്കാർ തയ്യാറായിരുന്നു. വെറുതെ പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടുകയാണ് ഉണ്ടായത്. ജനങ്ങൾക്ക് അഹിതമായ ഒന്നും ചെയ്യില്ലെന്ന ഉറപ്പാണ് സർക്കാർ മന്ത്രി സഭയിൽ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കൗട്ട് പ്രസംഗം പുരോഗമിക്കുകയാണ്. അമിത അധികാരം ഉദ്യോഗസ്ഥർക്ക് പോകരുതെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വന ഭേദഗതി നിയമം പിൻവലിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായാണ് ശശീന്ദ്രൻ പറഞ്ഞത്. വനാതിർത്തിയിലെ കർഷകർ ആകെ ഭീതിയിലാണെന്ന് വി ഡി സതീശൻ പറയുന്നു. കർഷകർ വനത്തിന്റെ ശത്രുക്കളല്ല. മലയോര മേഖലയിലെ കർഷകരെ, ജനങ്ങളെ വനം ഉദ്യോഗസ്ഥർ ശത്രുക്കളായി കാണുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മറ്റൊരു ചർച്ച നടന്നത് മലയോര മേഖലയിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ യാത്ര അടുത്ത ദിവസം തുടങ്ങാനിരിക്കുകയാണ്.